അപ്പം ഇന്ന് നമുക്ക് ഒരു ഫ്രൂട്ട്സ് ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതിനൊരു പേപ്പർ എടുത്തിട്ട് നടുവിലെ കൂടി മടക്കിയിട്ട് ഇഷ്ടമുള്ള പിക്ചറൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏതാണോ തീം അതൊക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിക്കാനുള്ളതൊക്കെ വരച്ച് കൊടുക്കുക. അതിന് ശേഷം ബ്ലൈൻഡ് ബാഗിനൊക്കെ എഴുതി കൊടുക്കാം. ആൻഡ് പുറകിൽ ഞാൻ റാരിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ഈ കോമൺ, റെയർ, എപ്പിക്, ലെജൻഡറി അതില്ലേ, അത് തന്നെ നമുക്ക് എഴുതി കൊടുക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള കളറുള്ള ഒരു വട്ടം വരച്ചിട്ട് നമുക്ക് അതെന്താ, ഞാനിപ്പോൾ ഫസ്റ്റ് കോമൺ എഴുതുന്നുണ്ട്. കോമൺ എന്നൊക്കെ എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതി കൊടുത്തിട്ട് അതുപോലെ ഫുള്ളും നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ളും ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഉള്ളത്. നമ്മുടെ പുറകിലത്തെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താഴെയും സൈഡിലുമായിട്ട് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. സെല്ലോ ടേപ്പ് വെച്ചൊരു കവറ് പോലെ ആക്കിയെടുക്കാം. പിന്നെ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻസ് എല്ലാം ഞാൻ കട്ട് ചെയ്തും കൂടി കളയുന്നുണ്ട്. നമുക്കിങ്ങനെ മടക്കിയതിന് ശേഷമായാലും കട്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കവറ് പോലെ ഉണ്ടാവും. ആൻഡ് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പുറകിലൊക്കെ ഇങ്ങനെയാണുള്ളത്. ഉള്ളിലുണ്ടാക്കാൻ നമ്മൾ ഫസ്റ്റിന് സ്ക്വിഷിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ സ്ക്വിഷി ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്ക്വിഷി ഉണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്, സിമ്പിളാണ്. അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു പീസായിട്ടുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് നടുവിലേക്ക് കൂടി മടക്കുക. ഇഷ്ടമുള്ള പിക്ചർ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സ്ട്രോബെറിയാണ് വരച്ചു കൊടുക്കുന്നത്. 2 സ്ട്രോബെറീസ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് ക്യൂട്ട് ലിറ്റിൽ സ്ട്രോബെറി എന്നും കൂടി എഴുതുന്നുണ്ട്. ഇനി മുകളിലും താഴെയും നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് നേരത്തെ ആ വലിയ കവർ ഒട്ടിച്ച പോലെ ഒട്ടിക്കാം. അപ്പം നമുക്കിങ്ങനെ കവർ കിട്ടും. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ വലിയ കവറിൽ ഇതുപോലെയാണ് കിട്ടിയതെങ്കിൽ ഇങ്ങനെ ഇവിടെയും കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കാം നമ്മുടെ ഫില്ലിങ്സ്. ഇതിൽ പഞ്ഞിയാണ്. അപ്പോൾ പഞ്ഞി അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ആയാലും നിറച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ഞാനിത് നിറയ്ക്കുന്നുണ്ട്. നിറക്കുമ്പോൾ നല്ലപോലെ കുത്തി നിറക്കണം. ഇല്ലേ ഒരുമാതിരി നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഒന്നും അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നിറച്ച് കയറ്റുന്നുണ്ട്. അതിങ്ങനെ പുറത്തോട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയല്ലോ നിറച്ച് കയറ്റി. എന്നിട്ട് ആ സൈഡ് ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ആ സ്ക്വിഷി ഫുള്ളായിട്ട് ഞാനൊന്ന് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തെടുത്തു. അപ്പം നല്ല രസം ഉണ്ടാവുമല്ലോ ഫുള്ള് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ. ഇനി ആ സ്ക്വിഷി ഇടാനുള്ള കവർ നമുക്ക് റെഡിയാക്കാം. അതിന് ഒരു പേപ്പർ പീസ് എടുക്കുക. അതിന് ശേഷം നടുവിലേക്ക് കൂടി മടക്കുക. വേണ്ട സൈസിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നടുക്ക് കുറച്ച് ഡിസൈൻസ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും. ചോദ്യചിഹ്നമൊക്കെ ഇട്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്കെല്ലാം ഇട്ടിട്ട് കാണില്ലേ, അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് നടുക്കിട്ടിട്ട് ഫുള്ളും എറൗണ്ടായിട്ട് ഞാൻ കുറേ ചെറിയ ക്വസ്റ്റ്യൻ മാർക്സ് ഇടുന്നുണ്ട്. ഞാൻ ഈ സൈഡിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രസത്തിന്. ആൻഡ് ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ താഴെയും സൈഡിലും ഒന്ന് കവർ ചെയ്തെടുക്കാം സെല്ലോ ടേപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്കതൊരു കവർ പോലെ കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നമ്മുടെ സ്ക്വിഷി വെച്ച് കൊടുക്കണം. ഞാനിങ്ങനെ ആ സ്ക്വിഷിയൊക്കെ വച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ വശവും നമുക്ക് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്വിഷി വെച്ച ഒരു പാക്കറ്റ് കിട്ടും. ഇനി ഇതുപോലത്തെ ഒന്നും കൂടി ആക്കിയെടുക്കാം. അപ്പം ഞാൻ നേരെ ഒരു ബ്ലൂ കളറുള്ള പാക്കറ്റ് ആക്കിയെടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് എവിടെയോ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ അങ്ങോട്ട് പോയി. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട സ്ക്വിഷി ആക്കാം. ഞാൻ ചെറി ആക്കാമെന്നാണ് വെച്ചത്. പിന്നെ മറ്റേത് റെഡ് ആയതുകൊണ്ട് ഇത് ബ്ലൂബെറി ആക്കി. ക്യൂട്ട് ലിറ്റിൽ ബ്ലൂബെറി എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതും വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം മുകൾ വശവും. അങ്ങനെ രണ്ടാമത്തെ പാക്കറ്റും റെഡിയായി. ഇനി അടുത്തതാണ് നമ്മുടെ ഈ ഇത്രയും സാധനങ്ങളായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സാധനം ആക്കണമല്ലോ. യൂഗോട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇതില്ലേ, അത് തന്നെ. അതിന് ഫസ്റ്റ് ഒരു പീസ് പേപ്പർ എടുക്കുക. നടുവിലേക്ക് കൂടി മടക്കുക. അതിൻ്റെ ഞാനായിട്ട് ഇത്തപ്പം അതിൽ കുറച്ച് എക്സ്ട്രാ പോർഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ പോയി ക്യാമറ കാണുന്നില്ലായിരുന്നു. ഇപ്പം കിട്ടി. അങ്ങനെ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് യൂഗോട്ട് എഴുതുന്നുണ്ട്. YOUGOT. പിന്നെ ഒരു 4 കുത്തും കൂടി ഞാൻ ഇടുന്നുണ്ട്.
ഇനി അതിൻ്റെ ഉള്ളിൽ ഏതാണെന്ന് വെച്ച് എഴുതുക. കോമണോ റെയറോ എപ്പിക്കോ ലെജൻഡറിയോ ഏതാണെന്ന് വെച്ച് എഴുതുക. പക്ഷേ നിങ്ങൾ കാണിക്കില്ല, കാരണം ഞാൻ എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടുന്നുണ്ട്, അതിലെല്ലാവരും കണ്ടോളൂ. ഞാനിപ്പോൾ എന്തായാലും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് പാക്ക് ചെയ്യാം എല്ലാ സാധനങ്ങളും. ഫസ്റ്റ് നമ്മളാക്കി വെച്ച ആദ്യത്തെ വലിയ കവറിലേക്ക് ഓരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പിങ്ക് ആയിട്ടുള്ള കവർ ഇടുന്നുണ്ട്, പിന്നെ ബ്ലൂ കവർ ഇടുന്നുണ്ട്, പിന്നെ നമ്മുടെ ഈ യുഗോട്ട് എന്നെല്ലാം പറഞ്ഞ സാധനം ഈ ബ്ലൂ കവർ ചെറുതായിട്ട് തുറന്നു വരുന്നുണ്ടായിരുന്നു, അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെ യുഗോട്ട് എന്നുള്ള സാധനം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലുള്ള വശവും കൂടി ഒന്ന് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്തെടുക്കാം. അതിന് മുമ്പ് ശ്രദ്ധിക്കണം, ഞാനാണെങ്കിൽ എന്താ ചെയ്തത്, ഈ പിങ്കും ബ്ലൂ അങ്ങനെ തന്നെ എടുത്തങ്ങിട്ടു. പക്ഷെ ഒരു കാര്യം മറന്നുപോയി, അതിൻ്റെ മുകളിൽ മറ്റേ ആ മുറിക്കേണ്ട ആ സാധനം വരച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. ഇതുപോലെ വര ഇട്ടിട്ട് ഇവിടെ ഒരു സാധനം വരയ്ക്കില്ലേ, അത് തന്നെ കത്രികയാണോ ബോ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും അത് വരച്ച് കൊടുത്തിട്ടുണ്ട്. അത്ര വൃത്തിക്കൊന്നുമല്ല വരച്ച് കൊടുക്കുന്നത്, കിളവെന്ന് വരയ്ക്കുന്നുണ്ട്, പെട്ടെന്നാണ് വരയ്ക്കുന്നത്. അങ്ങനെ അതും വരച്ച് കൊടുത്തതിന് ശേഷം അത് വീണ്ടും ഞാൻ എടുത്ത ആ കവറിലോട്ട് ഇടുകയാണ്. ഇത് നമ്മുടെ ബ്ലൈൻഡ് ബാഗിൻ്റെ വലിയ കവറിലോട്ട്. അതിന് ശേഷം ഇതൊന്ന് സെല്ലോ ടേപ്പ്, അതിൻ്റെ മുകൾ വശം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൈൻഡ് ബാഗ് ആക്കേണ്ട സംഭവം. പുറകിലൊക്കെ ഇങ്ങനെയാണ് റാരിറ്റി എന്നൊക്കെ പറഞ്ഞ് എഴുതിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം.